ഞാൻ ഇത് കുറച്ച് നാളുകളായി, കുറച്ച് വർഷങ്ങളായി ചെയ്യുന്നൊരു പരിപാടിയാണ്. അവരുടെ ലൈഫിൽ അവർ ഇന്നലെ വരെ ടെൻഷൻ അടിച്ചിരുന്ന ആൾക്കാർ ഇന്ന് എന്തെങ്കിലും ആ ടെൻഷന് കുറവുണ്ടോ, പരീക്ഷ എളുപ്പമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അത് കിട്ടണമായിരുന്നു. കിട്ടും എന്തെങ്കിലും കിട്ടും. ഹായ്, ഹലോ, നമസ്തേ, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. ഇന്നിപ്പോൾ SSLC എക്സാമാണ്. നമ്മൾ ട്യൂഷൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന പിള്ളേരെക്കാൾ ഒരുപക്ഷെ നമ്മളായിരിക്കും ടെൻഷൻ കൂടുതൽ. കാരണം അതിപ്പോൾ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും എടുക്കാത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും പിള്ളേർക്ക് മാർക്ക് വരിക എന്ന് പറയുന്നത് നമ്മുടെ ഒരു നമ്മുടെ ഒരു എയിമാണ്, നമ്മുടെ ഒരു ലക്ഷ്യമാണ്, നമ്മുടെ ഒരു ലക്ഷ്യത്തിനുപരി നമ്മുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ വരണം എന്നുള്ളത് നമ്മുടെ ഒരു പിടിവാശി കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എടുക്കുന്ന വിഷയമാവണമെന്നില്ല. എല്ലാ വിഷയത്തിലും അവർക്ക് നല്ല എളുപ്പത്തിൽ പരീക്ഷ എഴുതാൻ പറ്റണം, നല്ല പരീക്ഷയാവണം, അതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. എന്നാലാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുള്ളൂ. നമ്മൾ ട്യൂഷൻ എടുക്കുന്ന എത്രയോ പേര് ഇത് കാണുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് ഇടുന്നതിനേക്കാളും എഫേർട്ട് കൂടുതൽ ട്യൂഷൻ സെൻ്ററുകളിൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന ആളുകൾ ഇടാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഞാൻ ഇത് കുറച്ച് നാളുകളായി, കുറച്ച് വർഷങ്ങളായി ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇന്നാണ് SSLC എക്സാം. ഏകദേശം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, കാരണം 12 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ പിള്ളേരിപ്പോൾ 2 മണിയോട് കൂടി ഇവിടെ എത്തും. അപ്പോൾ അറിയാം എന്താണ് വിശേഷം എന്നുള്ളത്. അപ്പോൾ അറിയില്ല, എല്ലാവർക്കും പരീക്ഷയാണ്. ഇപ്പോൾ SSLC മാത്രമല്ല, എല്ലാവർക്കും പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ വീഡിയോ അങ്ങനെ ഇടാൻ പറ്റാത്തത്. എന്നാലും പരീക്ഷ കഴിഞ്ഞിട്ട് പിള്ളേരുകൾ കുറച്ച് കഴിഞ്ഞാൽ അവിടേക്ക് വരും. ഇനി അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലീഷാണ്, മറ്റന്നാളാണ്. അതേപോലെ തന്നെ ICSE CBSE സ്റ്റുഡൻസിനൊക്കെ പരീക്ഷ തുടങ്ങി. ICSE സിലബസിന് ഇന്ന് 10th ഫിസിക്സാണ് പരീക്ഷ. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന കുട്ടികൾക്ക് എളുപ്പമായിരിക്കാം. ICSE ഉണ്ട്, CBSE ഉണ്ട്, സ്റ്റേറ്റ് സിലബസും ഉണ്ട്. സോ സ്റ്റേറ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റേറ്റിനെ മാത്രം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, അങ്ങനെ ആരും വിചാരിക്കേണ്ട. കാരണം ഞാൻ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും പരീക്ഷയാണ്. +1 +2 CBSE സിലബസുകാർക്കും ICSE അതേപോലെ തന്നെ എല്ലാവർക്കും പരീക്ഷയാണ്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എളുപ്പമാണെന്ന് വിചാരിക്കാം. നമുക്ക് അവർ വരുമ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള വീഡിയോസ് കാണാം. എന്താണ് അവരുടെ റെസ്പോൺസ്. ഫസ്റ്റ് അവരുടെ ലൈഫിൽ അവർ ഇന്നലെ വരെ ടെൻഷൻ അടിച്ചിരുന്ന ആൾക്കാർ ഇന്ന് എന്തെങ്കിലും ആ ടെൻഷന് കുറവുണ്ടോ, പരീക്ഷ എളുപ്പമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. സോ വെൽക്കം അഗെയിൻ. അപ്പോൾ ഈ വ്ളോഗ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നല്ല ഒടുക്കത്തെ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഈ ഉച്ചയ്ക്ക് 1:30 സമയത്താണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഭക്ഷണമാണ്, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് കഴിക്കാനുള്ളതാണ് ഉണ്ണിപ്പിണ്ടി കൊണ്ടുള്ള കറിയാണ്. പിന്നെ അതേപോലെ തന്നെ അച്ചാറുണ്ട്, പയറുപ്പേരിയുണ്ട്. സോ പിന്നെ നമുക്ക് നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറച്ച് സംഭാരം ഞാൻ മേടിച്ചിരുന്നു. അപ്പോൾ നല്ല തണുപ്പുള്ള സംഭാരം. എങ്ങനെയുണ്ടാ പരീക്ഷ? B+. ഇഷ്ടമാണ്ടാ പരീക്ഷ? നിൻ്റെയൊക്കെ റെസ്പോൺസ് എടുക്കട്ടെ. ജയിക്കാന്ന് വെച്ചാൽ എത്ര മാർക്ക് കിട്ടും? A+ കിട്ടും? കിട്ടോ? ഏണ്ടാ അറിയില്ല കേട്ടോന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവുന്നു? സുഡുവിന് എത്ര ഉണ്ടാവടാ? A+? എത്ര ഉണ്ടാ? A+? നിനക്ക് ഏണ്ടാ? A+? ഗൈസ്, ആര് ചോദ്യം ഇത്രേ ഉള്ളൂ. A+ ഉണ്ടാവോ ഇല്ലയോ? ഫസ്റ്റ് എക്സാം അല്ല, IT കഴിഞ്ഞാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ എഴുതുന്നതില് ഫസ്റ്റ് എക്സാം ആയിരുന്നു. A+ കിട്ടോ? കൃഷ്ണന്റെ അനക്കെ കിട്ടോ? A+? ഭദ്രയ്ക്കോ? ഇനിയിപ്പോ നോക്കണ ആൾക്കായി. ഇനിയിപ്പോ A+ നോക്കണ ആൾക്കാവോ?
അല്ല നീ എഴുതിയത് എങ്ങനെയുണ്ട് അത് ഞാൻ ചോദിക്കാം. നിന്റെ ഒരു എക്സ്പ്രഷൻ ഞാൻ കണ്ടേ ഇൻസ്റ്റയിൽ സ്റ്റോറിക്ക് പകരമായിട്ട് നീ ഒരു സംഭവം ഇട്ടുണ്ടേ. കറണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നോ പരീക്ഷ എന്തേ? ആ ടെൻഷനിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ തെറ്റി ചെയ്തിട്ടുണ്ടാവോ? തെറ്റി ചെയ്തിട്ടുണ്ടാവോ? രജിസ്റ്റർ നമ്പർ കറക്റ്റ് അല്ലേ? വേറെ ഒന്നും ഇല്ലെങ്കിലും മതി. ആര്? കാർത്തിക. മലയാളം തോറ്റണേ പിന്നെ അല്ല സംസ്കൃതം തോറ്റണേ പിന്നെ ലാംഗ്വേജ് അല്ലടാ. ധനുവോ 10 കിട്ടിയില്ല ധനുവോ? എന്തിത്ര കുറഞ്ഞു പോയേ? എന്തിത്ര കുറഞ്ഞു പോയത്? എന്തിത്ര കുറഞ്ഞു പോയേ? മാർക്ക് കുറഞ്ഞാ? എന്താ കുറഞ്ഞു പോയേ? 10 10 ആ എന്താ കുറഞ്ഞു പോയേ? മാർക്ക് കിട്ടിയില്ലേ? എത്രയാ? കുറഞ്ഞു പോയില്ലോ? കുറഞ്ഞു പോയാ? എന്താ പറ്റിയ കുറയാനും കാരണം എന്താ? കിട്ടിയില്ലേ? 10 കിട്ടി കുറഞ്ഞു. മൂക്ക് ചൊറിയണേ നിന്നെ ആരെങ്കിലും കുറ്റം പറയണമെന്ന് അർത്ഥം. നീ എക്സ്ട്രാ ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് എഴുതിണ്ടാവും നിന്റെ തൊട്ടപ്പുറത്തുള്ള ആരെങ്കിലും കുറ്റം. നീ അല്ലെങ്കിൽ ആർക്ക് ഉപകാരമുള്ള കാര്യം പറഞ്ഞു കൊടുക്കില്ലല്ലോ. ഉപദ്രവല്ല ചെയ്യലോ? അല്ല ജോണാണല്ലോ. ജോണോ? അതല്ല ജോണിനെ എങ്ങനെ പരീക്ഷ? വരൂ തന്നെ വരൂ, നമുക്ക് പഠിക്കാം. നമുക്ക് A+ വാങ്ങിക്കാറായി അല്ലേ? ടാറ്റ പറയും ഇവരോട്. ടാറ്റ പറയും. ടാറ്റ പഠിച്ചിട്ട് ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം. ചുള്ളനായിട്ടല്ലോ എഴുതിയ ഞാൻ. ഇതെന്താ താനോ? ഇതെന്താ ഈ പേപ്പർ? ഇതെന്താണ് പേപ്പർ? എന്താ പേപ്പർ? ന്യൂസ് പേപ്പർ എന്ന് വെച്ചാൽ എന്ത് ന്യൂസ് പേപ്പർ അത്? തൊഴിലില്ലാത്തവർ വായിക്കുന്ന ന്യൂസ് പേപ്പർ അല്ലേ? തൊഴിൽ വാർത്ത അല്ലേ? ആരാ? എന്താണ്? തൊഴിലുകാരല്ല, തൊഴിലില്ലാത്തവർ വായിക്കുന്ന വാർത്ത. എന്നാ അത് വായിച്ചാ കിട്ടൂ? ദൈവത്തിന് അറിയാം. ബുക്കെടുക്കറ പഠിക്കാം നമുക്ക്. അന്നെന്താ നീ വരാഞ്ഞേ? പുറത്തേക്ക് പോകും. പരീക്ഷ ടൈമിലൊക്കെ പുറത്തേക്ക് പോയിരുന്നോട്ടോ. കഴിഞ്ഞ അതനോ ഏതൊക്കെ അറിയാം ഒന്ന് പറഞ്ഞേ. ശീലങ്ങൾ പറയോ? ആ പിന്നെ രാവിലെ നേരത്തെ ഉണരണം. പിന്നെ നഖം കടിക്കരുത്. ഫോട്ടോയിലെ വീഡിയോ ഒരു ഇംഗ്ലീഷ് പരീക്ഷയുടെ തയ്യാറെടുപ്പുകളല്ലേ? ഇംഗ്ലീഷ് പരീക്ഷകളുടെ തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു കൊടുക്കണോട്ട് 4-ാം തീയതി ഒന്നല്ലെന്ന്. അല്ല ശരി 5-ാം തീയതി ഒന്നല്ലെന്ന്, 4-ാം തീയതിയാണ് പരീക്ഷ അല്ലേ? പഠിച്ചോ?
ഇരുന്ന് പഠിച്ചു. ഇനി ഡേറ്റ് ഒക്കെ തെറ്റി പോവാ പരീക്ഷയ്ക്ക്? ഡേറ്റ് ഒക്കെ തെറ്റി പോവാ പരീക്ഷയ്ക്ക്? സ്വാതിയെ ഡേറ്റ് ഒക്കെ തെറ്റി പോവാ പിള്ളേരെ പരീക്ഷയ്ക്ക്? എല്ലാവരും പരീക്ഷാ പേപ്പറുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എവിടുന്നൊക്കെ ഞാനൊരു സൈറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രിന്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ, പഠിക്കണം. വകുപ്പുണ്ടാക്കാം. സൂര്യപ്രകാശം സൂര്യപ്രകാശം അടിച്ച് പഠിക്കാൻ പറ്റാത്തോ? ബുക്ക് മാറ്റ്. അഭിഷേക്, നിന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ അടുത്ത കൊല്ലം ഈ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നമ്മള് ഈ ഹോളൊക്കെ ഉണ്ടല്ലോ, ഈ ഹോളൊക്കെ ഇങ്ങനെ അടച്ചിട്ട് സിമെന്റ് ഇടുന്നില്ല, അടച്ചത് കറക്റ്റ് നല്ല വെൽ പാക്ഡ് ആയിട്ട് സംഭവമൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അങ്ങനെയല്ലടാ, നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ നോക്ക് ഈ റൂഫൊക്കെ മാറ്റിയിട്ട് നമ്മൾ അടിപൊളി ഒരു ട്യൂഷൻ ക്ലാസ് ടൂർ നടത്തും. ട്യൂഷൻ ക്ലാസ് ടൂർ മറ്റേ ഹോം ടൂർ പോലെട്ടാ, യൂട്യൂബ് വീഡിയോ. എന്നിട്ട് ഇവിടെ നോക്ക്, ഞാൻ പറയണേക്ക്, ഇവിടെ ഫുള്ളി നമ്മളെ ഗൈസ് ഇങ്ങോട്ട് നോക്കൂ ഗൈസ് പ്ലീസ്. ഇവിടെ നോക്ക്, ഈ ടി വി ഒക്കെ നമ്മൾ സെറ്റ് ആക്കും. ഇവിടെ നമ്മൾ പെയിന്റ് അടിക്കും, അവിടെയൊക്കെ സാധനങ്ങൾ സെറ്റ് ചെയ്യും. മനസ്സിലായ? ഫുള്ളി പാക്ഡ് ആയിട്ട് എ സി ലെവലിലേക്ക് ആക്കും. അതാണ് നമ്മുടെ ഫോട്ടോയാ. എന്താ നിന്റെ അഭിപ്രായം? പറയ്. നല്ല അഭിപ്രായമല്ലേ? ട്യൂഷൻ ക്ലാസ് സെറ്റ് ആക്കണതിന് ഫുൾ സെറ്റാണ്. പിന്നെ ഇവിടെ എ സി വയ്ക്കും. പിന്നെ അത് ഈ ഭാഗത്ത് ക്യാരം ബോർഡ് വയ്ക്കും. ക്യാരം ബോർഡ് അവിടെ ബാക്കിൽ കളിക്കാൻ അവിടെ ഓൾറെഡി ഉണ്ട് ക്യാരം ബോർഡ്. ഫുള്ളി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം പോവാണ് നമ്മള്. ഗെയിമിങ്ങും പഠിക്കുന്നതിൻ്റെ ഇടയില് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല അതൊക്കെ മാറും. അടുത്ത പോലെ അമേരിക്കയിൽ നമുക്ക് പോവാം. ട്യൂഷൻ ക്ലാസ്സിന് പോവാം. എല്ലാവരും പാസ്പോർട്ട് എടുത്ത് വെച്ചോ. എല്ലാവർക്കും അമേരിക്കയിലേക്ക് എൻ്റെ വക ടൂറ്. എല്ലാവരും പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചോട്ടാ. എന്തായാലും നിനക്ക് പാസ്പോർട്ടിൽ വേണ്ടേ അമേരിക്കയിലേക്ക് പോവാൻ? ഫ്രീ ആയിട്ട് പാസ്പോർട്ട് എടുത്തില്ല. പാസ്പോർട്ടിന്റെ പൈസ നിങ്ങൾ മുടക്കണം, ബാക്കി ടൂറിന്റെ പൈസ ഞാൻ എടുത്തോളാം. ഓക്കെ? ആദ്യത്തെ ട്യൂഷൻ ക്ലാസ് ആവണം നമുക്ക്. ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കുന്ന ആദ്യത്തെ ട്യൂഷൻ ക്ലാസ്. എവിടെ? അത് വേണോ? നാസയുടെ കൂടെ ഒക്കെ സ്പേസിൽ വേണ്ടല്ലേ? ഓക്കെ നമുക്ക് നോക്കാം, സെറ്റ് ആക്കാം. എന്തായാലും സെറ്റ് ആക്കും ഗൈസ്. അപ്പൊ ബൈ. പഠിച്ചോ. എടാ കൊല്ലത്തിലിരിക്കണ കാണണം. മാവേലിയുമല്ല. ആരാന്ന് അവന്റെ പേരിനെ വിട്ടാ മതി. അഗുല്. മാവേലിയല്ല. ശരി. അതെ, പഠിച്ചോ. ഓക്കെ, പഠിച്ചോ. ഇത്ര ഒരു പാടില്ലാതായിട്ടാണ് നീ വെച്ചിട്ടുള്ളത്. അതല്ല ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. നോക്ക്, എന്റെ ഇത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ വരിക? ആണോ? ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ തന്നെയാണോ? ദൈവത്തിന്റെ അറിയാം. 1 1 1 2 2 -3 2 2 -3 ആരിഷ് ഖാൻ. ഇന്ന് മുതൽ നീ മറ്റേ ആറേ ജപ്പാൻ എന്ന് പറയില്ലേ, രാജപ്പനെ, അതേപോലെ ആരിഷ് ഖാൻ സൊക്കലിംഗം. നോക്കടാ, ഇതാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഡിറ്റർ എ ട്രാൻസ്പോസർ എടാ. എ എന്ന് പറയുന്നത് ഇതാണെന്ന് നീ ഇവിടെ എഴുതിയിട്ടുള്ള ഞാൻ എഴുതിയിട്ടില്ലട്ടാ. ഇനി നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇതേതാ കണക്ക്? ഓൺലി പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സ്, അത്രേ ഉള്ളൂ. നോക്ക്,
മറ്റേ വീഡിയോ എടുക്കണ കാരണം എല്ലാവരും അതിന് നോക്കിയപ്പോ സംഭവം പുറത്ത് നിന്റെ പിള്ളേരൊക്കെ അത് കാണും. നിന്റെ പിള്ളേരുകളൊക്കെ ഇവന്റെ ഗ്യാങ്ങാ. ഏത് ഗ്യാങ്? രാമവർമ്മരും ഗ്യാങ്. ഡോൺ. ഇവൻ മറ്റേ കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കാൽനടയാത്രയായിട്ട് പപ്സ് കഴിച്ചത് തിന്ന് റെക്കോർഡിടാൻ പോകുന്ന ആളാണ് ഇവൻ. ഈ വെക്കേഷനില് ബെസ്റ്റ് പപ്സ് എവിടെ കിട്ടുന്നുള്ളത് കണ്ടുപിടിച്ച് വരുന്നതാണ് എന്റെ ദൗത്യം. ഇക്കൊല്ലം എന്ന് വെച്ചാൽ സമ്മർ വെക്കേഷനില്. അതും ഇത്ര ഒരു വെയിലത്ത് തണ്ണിമത്തൻ ജ്യൂസും ഇതൊക്കെ വിൽക്കുന്ന ആ ഒരു അവസ്ഥയില് ആ ഒരു വഴി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇവൻ അവിടെ പപ്സ് തിന്നുകൊണ്ടാവും. അയ്യോ അതെനിക്ക് പറ്റില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പപ്സ് ഒന്നും പോകാൻ പറ്റില്ല. അവന് വീഡിയോ കവർ ചെയ്യാനായിട്ട് ഇവൻ തന്നെ പോട്ടെ. ഇവന്റെ ബട്ടൺ ക്യാമറ ഇല്ലേ, ബട്ടൺ ക്യാമറ വെച്ച് കൊടുക്കുവനെ. സൊസൈറ്റിന്ന് ലോൺ പപ്സിന്റെ ബില്ലടക്കാൻ അവസാനം. അതെ വേണേ കേട്ടോ. ഇതില് എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഭാരതെ 1 എടുക്കുക. 1 എടുത്തതിന് ശേഷം ഇതിലത്തെ റോയും ഇതിന്റെ കോളവും ഒഴിവാക്കുക. നിനക്കറിയാലേ. എന്നിട്ട് 2 into 1 2 മൈനസ് -3 മനസ്സിലായ? അത് ഇത് മൈനസ് വരുന്നു. എന്നിട്ട് ഇത് ഇതിന്റെ ചെയ്യുമ്പോ -3 വേറെ വരില്ലോ. ഇതിപ്പോ നോക്ക്, ഇത് പോസിറ്റീവ് അല്ലേ, അടുത്തൊന്നും വരും നെഗറ്റീവ്. നിനക്ക് എല്ലാം അറിയാലോ. പറഞ്ഞു തരും. നീ ചെയ്തോ ഒന്നുമില്ലല്ലോ. ഡിറ്റർമിനന്റ് മാത്രം ഇട്ടിട്ടുള്ളൂ. ഞാൻ പറയണേക്കാ. ഇനി -1 എടുത്തു. -1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. അത് കൂടാണ്ട് -1 എടുത്തുട്ടാ. അത് പോസിറ്റീവോ. അത് അടുത്തേക്കും എഴുതാം. -1ന്റെ റോയും കോളും ഒഴിവാക്കുക. 2 into 1 2 മൈനസ് വീണ്ടും ഇതേപോലെ തന്നെ വരും. -3 വരും. ഇനി വീണ്ടും പ്ലസ് 1 ബ്രാക്കറ്റ്. അതില് 2 into 2 അല്ല 2 into 1 2 മൈനസ് 1 into 2 2. ഇനി നമുക്ക് ഡിറ്റർമിനന്റ് A is equal to 1 into ഇത് 2 plus 3 ആവും 5. ഇത് +1 into 2 plus 3 തന്നെയാവും. പ്ലസ് ഇത് 1 into 0 കാരണം 2 minus 2 0 ആണ്. ഇനി അത് കഴിഞ്ഞാൽ 2 plus 3 എത്രയാ? 5. 5 into 1 എത്രയാ? 5. ഇതൊന്നും തന്നെയാ 5. അപ്പൊ മൊത്തം എത്ര കിട്ടും? 10 കിട്ടും. ഇതാണ് ഡിറ്റർമിനന്റ്. എന്നിട്ട് ഇതിന്റെ ഇനി നമുക്ക് 1 ഡിറ്റർമിനന്റ് മറ്റേ എക്സിന്റെ ഇതില്ലേ, എക്സ് അത് ഈ ഇട്ടുള്ള നമ്പറുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടാവും. നെഗറ്റീവ് പ്ലസ് 5. ഇതും പ്ലസ് നിനക്കും ഞാൻ പറയുന്നത്. ഞാൻ ഫയർ ഇമോജി പറയണ എടാ. അത് ആൻസർ അല്ല, ക്വസ്റ്റ്യൻ നോക്കടാ. നോട്ടെ ഒരു മിനിറ്റ്. -1 1 2 2 -3 ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് ഇത് പ്രകാരം കിട്ടുന്നത് 10 തന്നെയാണ്. ടീച്ചർ എങ്ങനെയാ തെറ്റിയത്? അങ്ങനെ അത് വേണ്ട. ഡബിൾ ഗെയിം വേണ്ട. പ്രഭു അത് കിട്ടണായിരുന്നു. കിട്ടും എന്തെങ്കിലും കിട്ടും. തൃശ്ശൂരിലെ കൊടും ചൂടിൽ കുടിക്കാനായി നമുക്ക് കൊഞ്ച സിപ്പപ്പ് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കും മാംഗോയും അല്ലേ? എത്ര രൂപ? 15. ഓക്കെ. നമ്മുടെ വില കിട്ടും. ഓക്കെ. നിങ്ങൾക്ക് പേടിയുണ്ടാ? എന്തിനാ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ നമുക്ക് ഒരു 40+. 40+ വായിക്കാം. ട്രസ്റ്റ് മീ.
ഇല്ലേ പോലെ ഇരിക്കേണ്ടി വരും. ഈ സൈക്കിൾ വിൽപ്പനയ്ക്കാണ്. ഏതാണ് ഹീറോന്റെ ഹീറോ ഹീറോ അല്ല ഇതെന്തത് സ്പ്രിന്റ്. സ്പ്രിന്റ് ഹീറോ സ്പ്രിന്റ് കേപ്പ് ടൗൺ അങ്ങനെയാണോ? എത്ര രൂപ? കുറച്ച് കുറയ്ക്കും. 1500 രൂപയ്ക്ക് ഇത് ഫ്രഷ് കിട്ടുന്നുണ്ട്. ഓക്കെ 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 പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ കമ്മീഷൻ എനിക്ക് തന്നാൽ മതി. നീ എന്നിട്ട് ഏത് സൈക്കിൾ എടുക്കാൻ പോണേ? ഏത്? ഓക്കെ ഓക്കെ. ഗഡിമാൻ എന്തായാലും അങ്ങനെ ട്യൂഷന് കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ദോശ തന്നെയാണ്. അപ്പോൾ ഒരു 4 ദോശയും നല്ല ഉള്ളിച്ചമ്മന്തിയും കൂടിയിട്ട് ഇന്നത്തെ ഡിന്നർ ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കണം. അപ്പോൾ നല്ലൊരു കോഫിയുണ്ട്. അപ്പോൾ ബൈ. പിന്നെതാ നമ്മുടെ ദാഹശമനിക്ക് നല്ല തണ്ണിമത്തൻ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ. തമാശയില്ല, തമാശകളിയില്ല. മൊബൈൽ ക്യാമറമാനാ അതിൽ നോക്കിയിരിക്കാനായിട്ട്. ഒന്നിന്റെ അവിടെ ഒന്നുണ്ട്. കോസ്റ്റ്യൂം തെറ്റിട്ടുണ്ട. മക്കളെ ഫയർ തീട്